Hi friends, welcome to Lino's Kitchen. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം അല്ലെങ്കിൽ ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു ടീ ടൈം ബിസ്ക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് കോക്കനട്ട് മാക്കറൂൺസ്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആണ്, അകത്ത് പുറത്ത് ഇച്ചിരി ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഈ കോക്കനട്ട് മാക്കറൂൺസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിൽ ഒരു ഇച്ചിരി വലിയ ബൗൾ തന്നെ വേണം കേട്ടോ. 4 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, ലാർജ് മുട്ടയുടെ. ഓക്കെ, അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ വേറൊരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ എടുക്കണം. എന്നിട്ട് ഈ മൈദയിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വെക്കണം. ഇത് കേക്ക് ഫ്ലോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കേക്ക് ഫ്ലോർ ഇല്ലാത്തവർ ഇങ്ങനെ ഉണ്ടാക്കാം. ആൻഡ് 1 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് പകരം നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതും ഉണ്ടാക്കി മാറ്റി റെഡിയാക്കി വെക്കാം. അപ്പൊ നമ്മുടെ എഗ് വൈറ്റ്സ് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പൊ അതിനു വേണ്ടി ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് സിമ്മറിൽ വെക്കുക. അതായത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതിന്റെ മുകളിലേക്ക് ഈ മുട്ടയുടെ ബൗള് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇത് കോൺസ്റ്റന്റ്ലി മിക്സ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് ഇതൊന്ന് ചൂടായി കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എഗ്സ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനാണ് ഇത്. അപ്പൊ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ മറക്കല്ല്. ഫ്ലെയിം ലോയിൽ തന്നെ ആയിരിക്കണം. പിന്നെ കുറച്ച് വെള്ളമേ എടുക്കാൻ പാടുള്ളൂ സോസ് പാനിൽ. അപ്പൊ ഇതിൽ പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിയണം. പിന്നെ നമ്മളൊന്ന് തൊടുമ്പോൾ അത് ഒന്ന് ചൂടായിട്ട് വരണം. കുക്കാവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വോം ആയാൽ മതി. അപ്പൊ അങ്ങനെ വോമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റാം. അപ്പൊ ഗ്യാസിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്ക് ഫ്ലോർ ഇല്ലേ, അത് മൈദയും കോൺഫ്ലോറും കൂടെ ഉണ്ടാക്കി വെച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യല്. അങ്ങനെ നന്നായിട്ട് മിക്സ് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കണം. അപ്പൊ നിങ്ങളുടെ അടുത്ത് കോക്കനട്ട് ഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എനിക്കിവിടെ കിട്ടുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അപ്പൊ അത് 3 കപ്പ് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് അൺസ്വീറ്റൻഡ് ആണ്. സ്വീറ്റൻഡും ചില സ്ഥലത്തൊക്കെ കിട്ടും, കോക്കനട്ട് ഫ്ലേക്സ് ആവാം. അപ്പൊ ഞാൻ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഒരു സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ഇങ്ങനെ ഫേം ആയി വരുന്നുണ്ട്, ഒരു ഡോ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് റെഫ്രിജറേറ്റ് ചെയ്യാം. അതായത് ഇതൊന്ന് തണുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങളിത് റെഫ്രിജറേറ്റ് ചെയ്യണം. അപ്പൊ ഞാനിത് ഇവിടെ 2 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പൊ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങളൊരു ട്രേ സെറ്റ് ചെയ്ത് വെക്കുക ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട്. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു ടേബിൾ സ്പൂണോ ഒരു സ്കൂപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്തു കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ റോൾ ചെയ്തിട്ട് ട്രേയിലേക്ക് വെക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് റോൾ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കല്ല്. 160 ഡിഗ്രിയിൽ വേണം പ്രീഹീറ്റ് ചെയ്ത് എടുക്കാൻ. അപ്പൊ നമുക്ക് ഈ ഡോ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 2 ബേക്കിംഗ് ട്രേയിലായിട്ടാണ് ബേക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത്. അപ്പൊ അതാ ഇവിടെ ഞാൻ എല്ലാം റോൾ ചെയ്ത് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഒരു 18 to 20 മിനിറ്റ്സ് 160 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കണം. അതായത് മോൾ ഭാഗം ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പൊ അതാ ഞാൻ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഇതെന്ന് പറയുന്നത് പുറത്ത് ഇച്ചിരി ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് chewy ടൈപ്പ് ഒരു ബിസ്ക്കറ്റ് ആണ്. അപ്പൊ പിള്ളേർക്കൊക്കെ കഴിക്കാനും എളുപ്പമാണ്. കൂടുതലും കോക്കനട്ട് ആണ് ഇതിൽ വരുന്നത്, കോക്കനട്ട് ഫ്ലേവർ. പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ആ റെസ്റ്റിംഗ് ടൈം വരുന്നതേ ഉള്ളൂ, അതായത് ചില്ലിങ് ടൈം വരുന്നതേ ഉള്ളൂ 2 മണിക്കൂർ. അപ്പൊ നിങ്ങൾക്ക് ടീ ടൈമിന് ഉണ്ടാക്കാനാണെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ടീ ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ വീണ്ടും വേറെ ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.